ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് ഒരു ട്രക്കിങ്ങിനാണ്. ട്രക്കിംഗ് സ്പോട്ടാണ് SRS ഹിൽസ്. ഇത് ബാംഗ്ലൂർ രാമനഗരയിലുള്ള ഒരു സ്ഥലമാണ്. സോ ലെറ്റ്സ് ഗോ ടു SRS ഹിൽസ്. അപ്പോൾ രാംനഗരയിൽ നിന്ന് SRS ഹിൽസിലോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫുൾ ഒരു മാംഗോ പ്ലാന്റേഷൻ ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ഒരു റോഡ് വരുന്നത്. നമ്മൾ ഏർലി മോർണിംഗ് തന്നെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് നല്ല വെയിലാവുന്നതിന് മുമ്പ് നമുക്ക് മേളിലെത്തണം. അതാണ് നമ്മുടെ പ്ലാൻ. സോ അപ്പോൾ അത്യാവശ്യം നമുക്കൊരു നല്ല വ്യൂ കിട്ടുന്നതാണ് നമുക്ക് എക്സ്പെക്റ്റേഷൻ. സോ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് SRS ഹിൽസ്. ഇത് ക്ലോസ്ഡ് ആണ് ഇപ്പോൾ, ബിക്കോസ് നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിനി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ പോവാം. അതിനൊരു ടൈമിംഗ് ഉണ്ട്. സോ ആ ഒരു ടൈം കഴിയുമ്പോഴേക്കും നമുക്ക് ഉള്ളിലോട്ട് അവർ ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ജസ്റ്റ് ഒരു ട്രക്കിംഗ് സ്പോട്ട് മാത്രമല്ല, ഇതൊരു ഡിവോഷണൽ പ്ലേസ് കൂടിയാണ്. സോ രാവിലെ തന്നെ അവിടുത്തെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ശാന്തിമാരൊക്കെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് അത് കഴിയുമ്പോഴാണ് നമുക്കത് ഓപ്പൺ ചെയ്ത് കിട്ടുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ ഓൾമോസ്റ്റ് ഇവിടം വരെ നമുക്ക് വണ്ടിക്ക് വരാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് തൊട്ട് നമ്മൾ ട്രെക്ക് ചെയ്യണം. അപ്പം ഇവിടുത്തെ തന്നെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഭയങ്കര എന്താ പറയുക, കൂടുതലും മാംഗോ പ്ലാന്റേഷൻ ഏരിയാസാണ് നമ്മൾ താഴെ കാണുന്നതും. ചെറിയ ചെറിയ മാവുകളാണ് ഫുൾ കാണുന്നത്. നമ്മൾ അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഫുള്ള് നമ്മൾ വണ്ടിയിൽ ഇവിടം വരെ എത്തിയിരുന്നത്. ഇവിടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് ബാക്കി ക്ലൈംബ് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ നമുക്ക് ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൗഡ് ആയിട്ടുള്ള ടൈം. 4 മണി കഴിഞ്ഞാൽ പിന്നെ അവർ ട്രക്കിംഗ് നമ്മൾ ഉള്ളിലോട്ട് അലൗ ചെയ്യത്തുമില്ല. സോ ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് ട്രക്ക് ചെയ്യേണ്ട പ്ലേസാണ്. പണ്ട് ഇത് ഫുള്ള് മലകൾ മാത്രമായിട്ടാണ്, നമ്മൾ റോ ആയിട്ടുള്ള ആ ഒരു സ്റ്റെപ്സ് പോലെ ഇല്ലാത്ത സ്ഥലത്തുകൂടിയാണ് പണ്ട് വാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ചെറുതായിട്ട് സ്റ്റെപ്സ് പോലെ റോക്സിലെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരുപാട് സ്റ്റെപ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ലുക്ക് അറ്റ് ദ വ്യൂ. നമ്മൾ കുറച്ച് കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടാൻ തുടങ്ങി. പിന്നെ നടക്കുന്ന വഴി നമ്മൾ കുറച്ച് അമ്പലങ്ങളും ഒക്കെ കാണും. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ട്രെക്കിങ് തുടങ്ങിയതുകൊണ്ട് കയറാനായിട്ട് ഭയങ്കര ഒരു പ്രയാസം ഫീൽ ചെയ്തില്ല. ലൈക്ക് ഒരു കുറച്ച് ടയർഡിങ് ആണെങ്കിലും പോലും ആ ഒരു ക്ലൈമറ്റും പ്ലസൻറ്റ്, ആ മോർണിംഗിലെ ഒരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കയറാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. നമ്മൾ ഇത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മളായിരുന്നു ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റായിട്ട് കയറിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ കയറി തുടങ്ങിയത്. പിന്നെ ലേറ്റർ നമ്മുടെ പുറകിൽ വന്നവരൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. ബിക്കോസ് നമ്മൾ ടയേർഡായിട്ട് കുറേ സ്ഥലത്തൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു. കുറേ സ്ഥലത്ത് താന്നിട്ടുള്ള സ്റ്റെപ്പാണെങ്കിൽ പിന്നെ കുറേ മേളിലോട്ടുള്ള ക്ലൈമ്പിംഗ് ആയിരിക്കും. പല പല ഡിഫിക്കൾട്ട് ആയിട്ടുള്ള രീതികളായിരിക്കും. കുത്തനെയായിട്ടുള്ള കയറ്റമുള്ള സ്റ്റെപ്സും ഒക്കെ ഉണ്ട്. സ്റ്റെപ്സിനാണെങ്കിൽ അധികം വീതിയൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ കുറേ സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ നമ്മൾ മേളിലോട്ട് എത്തുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് 300 സ്റ്റെപ്സ് കയറി നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്.
ജസ്റ്റ് ടോപ്പിലെത്തി. അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്. ഓൾമോസ്റ്റ് ഒരു വെയിൽ വന്ന് തുടങ്ങിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോഴേ, എങ്കിൽ പോലും നമുക്ക് ദൂരെയുള്ള ആ ഒരു വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു. ഇതൊക്കെ അത്യാവശ്യം പൂജകളൊക്കെ ഉള്ള ഡെയിലി പൂജയുള്ള സ്ഥലങ്ങളാണ്, ചെറിയ അമ്പലങ്ങൾ. ഇത് കൂടാതെ നമുക്ക് വേറൊരു വഴിയിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു വഴി കൂടെ ഇറങ്ങിയാൽ നമ്മൾ വേറൊരു താഴത്തുള്ള വേറൊരു അമ്പലത്തിലും കൂടെ എത്തും. താഴത്തുനിന്ന് വേറൊരു സൈഡിലായിട്ട് പാറകളുടെ ഇടയിലായിട്ട് ഒരമ്പലത്തിലും കൂടെ നമ്മളെത്തും. അപ്പം ഇതാണ് SRS ഹിൽസിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ. ഈ SRS ഹിൽ എന്ന് പറയുന്നത് അതിനൊരു ഫുൾ ഫോം ഉണ്ട് കേട്ടോ. ഈ SRS എന്ന് പറയുന്നത് ശ്രീ രവണ്ണ സിദ്ധേശ്വര ബെട്ട എന്നാണ് പേര്. ബെട്ട എന്ന് പറഞ്ഞാൽ മല. അപ്പോൾ ശ്രീ രവണ്ണ സിദ്ധേശ്വര ബെട്ട എന്നാണ് ആ ഒരു SRSൻ്റെ ഒരു ഫുൾ ഫോം ശരിക്കും പറഞ്ഞാൽ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ ബേർഡ് വാച്ചിങ്ങും ട്രക്കിങ്ങിനും ഡിവോഷണൽ പർപ്പസ് ഈ ഒരു 3 കാര്യങ്ങളിലാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. ട്രക്കിംഗ് മാത്രമല്ലാണ്ട് ഈ ഹിൽസിനൊരു വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് 1965 ഒരു ബോളിവുഡ് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നെയിം ഷോലെ. ആ ഒരു ബോളിവുഡ് ഫിലിമിൻ്റെ ലൊക്കേഷൻ ഈ ഒരു SRS ഹിൽസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സോ ആ മൂവി ഞാനും കണ്ടിട്ടില്ല, ബട്ട് അത് ഭയങ്കര ഫേമസ് ആണ്. ഞാനിപ്പോൾ ഇത് വന്നതിന് ശേഷം ജസ്റ്റ് എടുത്ത് നോക്കുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ഓൾറെഡി ഞാൻ കേട്ടിട്ടും ഒക്കെ ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ. സോ ആ ഒരു ഐ തിങ്ക് അതൊരു അമിതാഭ് ബച്ചൻ മൂവിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആ ഫിലിമിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. ഹെവി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ 2 പേരെ നമ്മൾ കയറുന്നതിന് മുമ്പ് താഴെ നോട്ട് കാണുന്നുണ്ട്. ഹെവി ഫോട്ടോഗ്രാഫി, ഹെവി പോസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ നിന്ന് കണ്ട് പഠിക്കണം. അത്ര അടിപൊളി. ഐ വാസ് തിങ്കിങ് ജസ്റ്റ് ഇവൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു. അത്ര അടിപൊളി പിക്സ് ആയിരുന്നു അവരെടുത്തുകൊണ്ടിരിക്കുന്നത് താഴത്തോട്ട്. സോ അപ്പോൾ നമ്മൾ താഴെയുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഹില്ലിൻ്റെ മേളിൽ നമ്മൾ എത്തിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താഴത്തോട്ട് വേറൊരു വഴിയുണ്ട്. ഇത് ഫുൾ താഴെ വരെ ഇല്ല, ഇതാ ജസ്റ്റ് ആ ഒരു അമ്പലം വരെ മാത്രമാണുള്ളത്. ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം ഫോൺ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേനും. അതിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ നമ്മുടെ അടുത്തൊക്കെ വരും. സോ നമുക്കറിയില്ല. സോ കെയർഫുള്ളായിട്ടുണ്ടാവണം. സ്റ്റെപ്സും അതുപോലെ തന്നെ തീരെ ചെറിയ സ്റ്റെപ്സ് ആയതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നമ്മൾ താഴത്തോട്ട് ഇറങ്ങാനും കയറാനും ഒക്കെ. ഇതാണ് ആ പാറക്കല്ലിൻ്റെ ഇടയിലുള്ള അമ്പലം. ഇപ്പോഴത്തെ നിങ്ങൾ ഉള്ളിലോട്ട് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് മേലായിട്ട് കാണുന്നത് പാറയാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴും ശരിക്കും ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്, ഉള്ളിലൊക്കെ പാറയാണ്. ജസ്റ്റ് ഒരു ഗുഹ പോലെ, പക്ഷെ അതവിടെ അവരിങ്ങനെ കെട്ടിടം പോലെ കെട്ടി അതിനെ ഒന്ന് ഇതാക്കിയിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ പാറക്കല്ലിൻ്റെ ഇടയിൽ കൂടി കുനിഞ്ഞ് വേണം കയറാൻ. കയറി ചെന്നിട്ട് നമുക്ക് അവിടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പൂജയാണ്, അവിടെ ഫുൾ ടൈം പൂജ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പൂജാരിയൊക്കെ ഉണ്ട്, നമുക്ക് വേണേൽ വഴിപാടുകളൊക്കെ കഴിക്കാം. അപ്പം നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും നമ്മൾ ഹിൽ ടോപ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ബെസ്റ്റ് മോർണിംഗ് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞാനൊരു ട്രക്കിംഗ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് സണ്ണി ആയി കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച്
ഇറങ്ങി തുടങ്ങി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബ്ലൂ കളറിൽ ആ ഒരു എന്താ പറയുക മേളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ താഴത്തോട്ടിറങ്ങാനുള്ള വഴി. അപ്പോൾ താഴെ എത്തി ഒരു അടിപൊളി ഫ്രഷ് ആൻഡ് പ്യുവറായിട്ടുള്ള നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ഒക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളിവിടുന്ന് പോകാനാണ് പ്ലാൻ. കുറേ നേരം ഇങ്ങനെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കി നിന്നു അവരുണ്ടാക്കുന്ന കേട്ടോ. അവിടെ ആണെങ്കിൽ കുറേ കരിമ്പിൻ്റെ പാടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും വരുന്ന വഴിക്ക്. അപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും എല്ലാം. ജസ്റ്റ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഭയങ്കര ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി തരാണ്. വാട്ടറൊന്നും ആഡ് ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ജസ്റ്റ് ലെമണും ജിഞ്ചറും ഒക്കെ ഇട്ട് നമുക്ക് ഫ്ലേവേർഡ് ആക്കിയൊക്കെ തരും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ പ്ലേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു മോർണിംഗ് തന്നെ ട്രക്കിങ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രാംനഗരയിലുള്ള SRS ഹിൽസാണ്. ഓൾസോ ഇതൊരു ടെമ്പിളൊക്കെ ഉള്ളൊരു സ്ഥലവും കൂടി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് സപ്പോർട്ട് ഗൈസ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. See you. Bye.